ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും. കഷ്ടകാലത്ത് കർത്താവ് നമുക്ക് തുണയായുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ഉദ്യമങ്ങൾ അവിടുന്ന് സഫലീകരിച്ചു തരും. ഈ രാത്രിയിൽ നമുക്ക് സുഖമായ നിദ്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാളത്തെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കൂടുതൽ പ്രതീക്ഷയോടെ ദൈവം ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 20:1-4 വരെയുള്ള വാക്യങ്ങൾ. നിന്റെ കഷ്ടകാലത്ത് കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ. യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ സംരക്ഷിക്കട്ടെ. അവിടുന്ന് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായമയക്കട്ടെ. സിയോനിൽ നിന്ന് നിന്നെ തുണയ്ക്കട്ടെ. നിന്റെ വഴിപാടുകൾ അവിടുന്ന് ഓർക്കുമാറാകട്ടെ. നിന്റെ ദഹനബലികളിൽ അവിടുന്ന് സംപ്രീതനാകട്ടെ. അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ. അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ. ഏറ്റവും സ്നേഹവാനായ ദൈവമായ കർത്താവേ, ഈ രാത്രിയിൽ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഒരു കുടുംബമായി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഹൃദയം നുറുങ്ങിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ കേൾക്കും, അതിന് നീ ഉത്തരമരുളും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കഷ്ടകാലത്ത് നിന്റെ നാമം ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. ദയാലുവായ ദൈവമേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കഷ്ടപ്പാടുകളെ നീ കാണുന്നുവല്ലോ. കർത്താവേ, നീ ഞങ്ങൾക്ക് കഷ്ടതകൾ ഒരുക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള കാരണം ഞങ്ങൾക്ക് വ്യക്തമാക്കി തരണമേ. എവിടെയാണ് ഞങ്ങൾക്ക് പിഴവ് പറ്റിയത്? എങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കേണ്ടത്? നീ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ പലപ്പോഴും ഞങ്ങൾക്ക് സാധിക്കാതെ പോകുന്നു. അതിനാൽ തന്നെ ചില കഷ്ടതകളിൽ കൂടി നീ ഞങ്ങളെ അത് ഓർമ്മിപ്പിക്കാറുമുണ്ട്. ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നീ എന്താണ് ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? അത് ഞങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ കൃപ തരണമേ. നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങൾക്ക് കൂടിയേ തീരൂ. പരിശുദ്ധാത്മാവായ ദൈവമേ, ദൈവം എന്താണ് ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? അത് ഓരോ ദിവസവും ഞങ്ങൾ ചെയ്യാൻ പരാജയപ്പെട്ടു പോകുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നീ ഞങ്ങളിൽ വസിക്കണമേ. ദൈവ ഇഷ്ടപ്രകാരം ഞങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തുന്നതിന് പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് അനുഗ്രഹിക്കണമേ. എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അവരുടെ ഹൃദയത്തിൻ്റെ വേദനയെ സമർപ്പിക്കുന്നു. ശരീരത്തിൻ്റെ രോഗങ്ങളെ സമർപ്പിക്കുന്നു. അസഹനീയമായ അവരുടെ വേദനകളും അസ്വസ്ഥതകളും സമർപ്പിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥനയോടൊപ്പം ഈ മക്കൾ പ്രാർത്ഥിക്കുന്ന അവരുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ നീ അറിയണമേ. നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നീ ഞങ്ങളെ നോക്കുമ്പോൾ കർത്താവേ, ഞങ്ങളോട് മനസ്സലിഞ്ഞ് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ. വേദനയിലും നിസ്സഹായതയിലും സഹനങ്ങളിലും കൂടെ കഴിഞ്ഞു പോകുന്ന എല്ലാവർക്കും ഈ രാത്രിയിൽ നീ സ്വസ്ഥത നൽകി സമാധാനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ നിദ്ര നൽകി അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് വേദനയാൽ, ശാരീരിക ക്ലേശങ്ങൾ കാരണം, ശാരീരിക രോഗങ്ങൾ കാരണം അസഹനീയമായ വേദനയിൽ കഴിയുന്നവർക്ക് ഈ രാത്രിയിൽ നീ ആശ്വാസം നൽകണമേ. ആശ്വാസത്തിൻ്റെ ദൈവമേ, പ്രത്യാശയുടെ ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഉറക്കത്തിൽ ഞെട്ടിയുണർന്ന് വേദന കാരണം ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്ന എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ശാരീരിക വേദന, പല്ലുവേദന, മറ്റ് ശരീരത്തിലുള്ള എല്ലാ വേദനകളും
കർത്താവെ, ഉറക്കം കെടുത്തുന്ന എല്ലാ വേദനകളെയും ഈ രാത്രിയിൽ നീ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് സുഖമായ നിദ്ര നൽകണമേ. ഞങ്ങൾ ഉറങ്ങുമ്പോൾ നിന്റെ സ്നേഹ സാന്നിധ്യം ഞങ്ങൾക്ക് ആശ്വാസം പകരട്ടെ. കർത്താവെ, നിന്റെ വചനം അനുസരിച്ച് ഞങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ സാധിച്ചു തരണമേ. നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ നീ സാധിച്ചു തരണമേ. ഇന്ന് ഞങ്ങൾക്കുണ്ടായ ബലഹീനതകൾ, കുറവുകളെ നീ പുറത്ത് നാളെ നല്ലൊരു പ്രഭാതം കാണുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈ രാത്രിയിൽ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒത്തിരി പേർ പല സ്ഥലങ്ങളിൽ വേദനയിൽ, വിഷമങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരുണ്ട്. പുറത്തോട്ട് യാത്ര പോലും ചെയ്യാൻ കഴിയാതെ അനേക വർഷങ്ങളായി വീടിനുള്ളിൽ തന്നെ ആയിരിക്കുന്നവരുണ്ട്. ആരും സഹായിക്കാനില്ലാത്തവരുണ്ട്, ആരും കൂട്ടില്ലാത്തവരുണ്ട്. കർത്താവേ, ഒത്തിരി സഹനങ്ങളിൽ കൂടി കഴിഞ്ഞു പോകുന്ന ഈ മക്കളുടെ മനസ്സിന് സന്തോഷവും സമാധാനവും നൽകി ഈ രാത്രിയിൽ പ്രത്യേക സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തിൻ്റെ സംരക്ഷണം ഇന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഭവനത്തിന് ചുറ്റും ഞങ്ങളുടെ വസ്തുവകകൾക്ക് ചുറ്റും നിന്റെ നാമത്തിൻ്റെ സംരക്ഷണം ഏർപ്പെടുത്തി ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും നാളത്തെ നിയോഗം അങ്ങേക്ക് സമർപ്പിക്കുന്നു. തിരുഹിതം പോലെ അത് നിവർത്തിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുനാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ മേഖലയിലും സംരക്ഷണം നൽകി, സുഖമായ നിദ്ര നൽകി, ശരീരത്തിനും മനസ്സിനും ആശ്വാസം നൽകി, സുഖമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.